വെള്ളം ലീക്കാവുന്ന കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ വെള്ളം ലീക്കായി പോവുകയാണെങ്കിൽ ഇതാദ്യം അയച്ചു നോക്കുക. ഇതിങ്ങനെ തിരിച്ചാൽ അയച്ചു പോകും. ചിലതാണെങ്കിൽ ഇവിടെ 4 സ്ക്രൂ ഉണ്ടാവും, അത് അയച്ചു നോക്കിയാൽ എന്നിട്ട് ഇതെടുത്ത് വെക്കുക. അല്ലേ ഇത് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ ഈ സ്പ്രിങ് ഉണ്ടല്ലോ, സ്പ്രിങ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. അത് കംപ്ലൈൻറ്റ് റെഡി ആവും. ഉള്ളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് കൊടുത്താൽ മതി, ക്ലിയർ ആവും. വെള്ളം ചെറുതായിട്ട് ലീക്കായി പോകുന്ന കംപ്ലൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതേപോലെ വെള്ളം കുറച്ച് പോകുന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ തിരിച്ചു കൊടുത്ത വെള്ളം കുറേ ടൈം എടുത്ത് ഇങ്ങനെ വെള്ളം പോവുകയാണെങ്കിൽ ഈ വള്ളി ലൂസായി ഉണ്ടാവും. ഈ വള്ളി ഒന്ന് കെട്ടി കൊടുക്കുക, അതേപോലെ കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഈ വള്ളി ഒന്ന് മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ ഈ കമ്പിയിലെ ഇവിടെ നിന്ന് ഇതാണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഇവിടെ ഒരു സൾട്ടർ ഉണ്ടാവും, ആ സൾട്ടർ മാറ്റി കൊടുത്താൽ മതി. വെള്ളം പോകുന്നില്ലെങ്കിൽ അത് പിന്നെ ചെറിയതങ്ങ് റിട്ടേൺ വെച്ചാൽ ഇതുപോലെ തന്നെ റിട്ടേൺ അടിച്ചു. റിട്ടേൺ അങ്ങനെ മെല്ലെ പോരുകയാണെങ്കിൽ ഈ സാധനം മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയതാണെങ്കിൽ ഈ സെറ്റ് മാറ്റി കൊടുത്താൽ മതി. അതിൻ്റെ സെയിം സാധനം നോക്കുക, എന്നിട്ട് പൂരി മാറ്റി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പൊന്തത് അത്ര പൊന്ത് കണ്ടില്ലേ, ഇത്ര പൊന്ത്. ഇതിൻ്റെ പ്ലേയിങ് നോക്കിയാൽ മതി. ഇത് ഓവർ പ്ലേയിങ് ആയാൽ വെള്ളം ലീക്കായി പോകും. ഇത് ചെറിയൊരു പ്ലേയിങ് വേണം. പ്ലേയിങ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന് സ്പീഡ് കുറവാണെങ്കിലും വെള്ളം പുറത്തേക്ക് പോകുന്നതിനുള്ള സ്പീഡ് കുറവാണെങ്കിൽ കുറേ ടൈം എടുത്ത് വെള്ളം പോവുകയാണെങ്കിലൊക്കെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് കണ്ടില്ലേ ലൂസല്ലേ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ പള്ളിയെടുത്തിട്ടൊന്നും താഴത്തേക്ക് കൊടുത്താൽ മതി. കണ്ടില്ലേ ഇവിടെ കുറേ ഹോളുണ്ടാവും, ആ ഹോളിലേക്ക് അതിലിട്ട് കൊടുത്താൽ മതി.